الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെയധികം സന്തോഷമുള്ള ഒരു ദിനത്തിലാണ് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈദുൽ ഫിത്തർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും ആഹ്ലാദവും നൽകുന്ന ദിനങ്ങളാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഒരു മാസം റമദാൻ, അതിൻ്റെ ദിനരാത്രങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് നമ്മിൽ നിന്നും. അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി ആ ഒരു ശുദ്ധീകരണ മാനസികമായും ശാരീരികമായും വ്യക്തിപരമായും എല്ലാ നിലയിലും നമ്മളെ സ്വയം ശുദ്ധിയാകുവാൻ വേണ്ടി അള്ളാഹു ഒരുക്കി തന്ന ഈ ഒരു മാസം അവസാനിച്ചു. നമ്മൾ നല്ലൊരു പരിശീലനം നേടി ഇനിയുള്ള ബാക്കിയുള്ള 11 മാസം മനുഷ്യന്മാരുമായി ഇടപെട്ട് ജീവിക്കുന്ന ജീവിതത്തിലേക്ക് സൂക്ഷ്മതാബോധത്തോടുകൂടി ഹൃദയ വിശുദ്ധിയോടുകൂടി ജനങ്ങളിലെ ഇടയിൽ താമസിക്കുവാനും വസിക്കുവാനും ഇടപെടുവാനും വേണ്ടിയുള്ള ഒരു പരിശീലനം ലഭിച്ച ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇവിടെ ഈ ഈദുൽ ഫിത്തറിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് ഈ ഈദ് ദിനത്തിലേക്കും ഈ റമദാൻ നമ്മിലേക്ക് കിട്ടാനൊക്കെ കാരണമായിട്ടുള്ളത്. നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം റമദാൻ ആഘോഷിച്ച പല ആളുകളും ഈ വർഷം റമദാനിലില്ല. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഈദ് സുദിനത്തിൽ പങ്കെടുത്തതിൽ പലരും ഈ വർഷം നമ്മുടെ കൂടെ ഇല്ല. അടുത്ത വർഷം നാം ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയാൻ യാതൊരു സാധ്യതയുമില്ല. ആയതിനാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പരിശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നാം ഈ റമദാനിലൂടെ നേടിയെടുത്ത ചൈതന്യം ഈദിന് ശേഷം നമ്മുടെ വരാൻ പോകുന്ന 11 മാസത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനമായിരുന്നു. ആ അർത്ഥത്തിൽ വേണം നമ്മളതിനെ കാണുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന ഭക്ഷണ പാനീയങ്ങൾ, ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പല സൗകര്യങ്ങളെയും മണിക്കൂറുകൾ നേരം നമ്മിൽ നിന്നും അത് വിലക്കി ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമാക്കിക്കൊണ്ട് നമ്മൾക്ക് അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി തരികയാണ്. ഇപ്പോൾ ആധുനിക സമൂഹം നേരിടുന്ന ഇന്നത്തെ കാലത്തെ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന്, ലഹരി ഉപയോഗം, മാതാപിതാക്കളെ പോലും സ്വന്തം മക്കൾ വെട്ടിക്കൊല്ലുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് റമദാനിൻ്റെയും ഈ ഇബാദത്തുകളുടെയും എല്ലാം പരിശീലനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സിദ്ധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടേണ്ടത്. വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോടുള്ള സ്നേഹവും കാരുണ്യവും അവർക്ക് ഹിദ്മത്ത് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമെല്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നു. ആ ദീനിൽ നിന്ന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾക്ക് വരുന്ന പോരായ്മകളാണ് നമ്മൾ തന്നെ മാതാപിതാക്കളോടും സമൂഹത്തോടും ഒന്നും ബാധ്യതയില്ലാത്ത രീതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ആധുനിക ലോകത്ത് കണ്ടുവരുന്നത്. ഖുർആൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സ്വയം നന്നാവാൻ മാനസികമായി നിങ്ങൾ തയ്യാറാകത്തോളം കാലം അള്ളാഹു നമ്മെ മാറ്റുകയില്ല എന്നുള്ളതാണല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ കൃത്യമായ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന, പ്രത്യേകിച്ച് UAE ജീവിക്കുന്ന ആളുകളോട് നമ്മളെ പരിശീലനത്തിൻ്റെ ആവശ്യകത, ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പെർഫെക്റ്റായ ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കോഴ്സുകൾക്ക് ഒരുപാട് ഫീസുകൾ കൊടുത്ത് നമ്മൾ
ആ ട്രെയിനിങ് നേടി നമ്മുടെ ജോലിക്കയറ്റവും ശമ്പളത്തിൽ വർധനവും ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ പാരത്രിക ലോകത്തേക്കുള്ള നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്ന ഈ റമദാനിലൂടെ നാം നേടിയെടുത്ത ചൈതന്യം നാം വരാൻ പോകുന്ന ജീവിത വ്യവസ്ഥകളിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ മയക്കുമരുന്ന്, ലഹരി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചെത്തിക്കാനും സാധിക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമയത്ത് മദ്യത്തിൻ്റെ ഉപയോഗം ഈ ഇന്നത്തെ പോലെയുള്ള അവസ്ഥയിലല്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി മുന്തിരിവള്ളിക്ക് താഴെ കുഴിച്ചിടണം, എൻ്റെ നെല്ലുകൾക്ക് ആ മുന്തിരിവള്ളിയിൽ നിന്നും കിട്ടുന്ന ലഹരി കൊണ്ട് ആസ്വദിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹം, നമസ്കാരത്തിൽ പോലും കള്ളു കുടിച്ചു കൊണ്ടുവന്നിരുന്ന, മദ്യം ഉപയോഗിച്ചു കൊണ്ടുവന്നിരുന്ന ആളുകൾ അവസാനം വിശ്വാസം ക്ലിയറാക്കി എടുത്ത ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ നിങ്ങൾക്കിത് ഇനി ഉപേക്ഷിക്കാനായില്ലേ എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് മദീന പട്ടണത്തിലൂടെ മദ്യത്തിൻ്റെ പുഴകൾ, നദികൾ ഒഴുകുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. കാരണം അവർ വീടുകളിൽ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ച മദ്യപ്പീപ്പുകളെല്ലാം തച്ചുടച്ച് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്നവർക്ക് വിൽക്കുകയല്ല ചെയ്തത്. ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന ശക്തമായ തീരുമാനത്തോടു കൂടി അവരതെല്ലാം ഒഴുക്കിക്കളയുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഈദ് സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ചുറ്റുപാടുള്ള സഹോദരന്മാർ ഒരുപാട് പീഡനങ്ങളിലാണ് ഉള്ളത്. ഈ പീഡനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. എങ്കിലും നമ്മൾക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രയാസപ്പെടുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പട്ടിണികൾ എല്ലാം ആയിപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദുആയിൽ പ്രത്യേകം ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈദ് എന്നത് നമ്മൾക്ക് സന്തോഷം നൽകുന്ന ഒരവസരമാണ്. ഈ ഈദിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ ബന്ധുക്കളുമായി ബന്ധപ്പെടുക, അതോടൊപ്പം തന്നെ രോഗികളായ ആളുകൾ, നമ്മുടെ കൂടെ ഇവിടെ ജോലി ചെയ്ത് ഇപ്പോൾ പ്രവാസ ജീവിതം ഒഴിവാക്കി നാട്ടിൽ പോയി പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെ എല്ലാവരുമായി ബന്ധപ്പെടുവാനും അവർക്കെല്ലാം വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹിദ്മത്തുകൾ ചെയ്തു കൊടുക്കാനും എല്ലാം നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഈ റമദാനിന് ശേഷം സഹാബികളെല്ലാം ചെയ്തതുപോലെ സഹാബികളും അടുത്ത റമദാൻ എത്തുന്നതിന് മുമ്പായി കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന അമലുകൾ അള്ളാഹു നീ സ്വീകരിക്കണമെന്ന് 16 മാസത്തോളം അവർ അതിനുവേണ്ടി ദുആ ചെയ്തിരുന്നു എന്നാണ്. അതിനുശേഷം അടുത്ത 6 മാസം വരാൻ പോകുന്ന റമദാനിലേക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുവാനും അമലുകൾ ചെയ്യാൻ അവസരം തരണമേ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയായിരുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഈ വിഷയത്തിലും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം. പരസ്പരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലായാലും മറ്റുള്ള ഇടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിർവാഹവുമില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും പ്രയാസപ്പെടുത്തി നാട് വിടുന്ന അവസരത്തിൽ പോലും അദ്ദേഹത്തിനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ളത് അമുസ്ലിമായ ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദുനിയാവിയായ കാര്യങ്ങളിൽ നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന ആളുകളുമായി സഹകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം നേരിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പടച്ചട്ട ജൂതൻ്റെ കയ്യിൽ പണയപ്പെടുത്തി സാമ്പത്തികമായ പ്രയാസത്തെ നേരിട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ എല്ലാ ആളുകളോടും സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്വേഷ പ്രചാരകരായോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാക്കാതെ സൗഹാർദ്ദവും സന്തോഷവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഓരോ ആളുകളും അവരെ വിശ്വസിക്കുന്ന വിശ്വാസത്തെ നമ്മൾക്ക് അത് തള്ളിപ്പറയാതെ നമ്മുടെ വിശ്വാസം അവർക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ സ്നേഹവും സന്തോഷവും സാഹോദര്യവും നിലനിർത്താൻ വേണ്ടി കൂടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിനെല്ലാം നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും ഈദ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.